വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ എന്ന് പറയുന്നതിലെ മറ്റൊരു വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അപ്പോൾ പോളിനോമിയലുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഓൾറെഡി 4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 5ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻസിലുള്ള 5ാമത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. a³ പ്ലസ് b² പ്ലസ് c² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു a മൈനസ് b മൈനസ് c ഇൻ -3 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആ എക്സ്പ്രഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ a² പ്ലസ് b² പ്ലസ് c² എന്ന് പറയുമ്പോൾ 2a മൈനസ് b മൈനസ് c ബ്രാക്കറ്റ് ദെൻ -3. ക്വസ്റ്റ്യനിൽ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഹിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അത് പ്രകാരം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ദെൻ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിട്ട് മാറും, a² പ്ലസ് b² പ്ലസ് c² ദാറ്റ്സ് ഈക്വൽ ടു നമുക്കിവിടെ 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് c ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ഇതാണ്. അപ്പോൾ എന്തായിട്ട് മാറും, അടുത്ത സ്റ്റെപ്പിൽ a² പ്ലസ് b² പ്ലസ് c² എന്ന് പറയുമ്പോൾ 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറയാനായിട്ട് വരും. ഇതിന് നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറുന്നത്, a² മൈനസ് 2a പ്ലസ് 1 പ്ലസ് b² 2b പ്ലസ് 1 പ്ലസ് c² പ്ലസ് 2c പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇതിനെ വീണ്ടും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്നുള്ളത് a മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് b പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് c പ്ലസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, മോഡിഫൈ ചെയ്യാം. അപ്പോൾ a മൈനസ് 1 ഈക്വൽ ടു 0, a മൈനസ് 1 ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ a ഈക്വൽ ടു 1 ആയിട്ട് മാറും. അതുപോലെ b പ്ലസ് 1 ഈക്വൽ ടു 0 ദാറ്റ്സ് ഇംപ്ലൈസ് b ഈസ് ഈക്വൽ ടു -1. സിമിലർലി c പ്ലസ് 1 ഈക്വൽ ടു 0 ദാറ്റ്സ് ഇംപ്ലൈസ് c ഈക്വൽ ടു -1 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 4a മൈനസ് 3b പ്ലസ് 5c ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക, -3 ബിയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക, പ്ലസ് 5 സിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, -1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് വരും, 4 പ്ലസ് 3 മൈനസ് 5. അപ്പോൾ എത്ര വരും, 7 മൈനസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. കിട്ടിയില്ല? ഇനി ഇതിൽ വരുന്ന 6ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. 6ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 3 എന്ന് പറയുകയാണെങ്കിൽ അത് a² പ്ലസ് b² പ്ലസ് 9ab എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു a³ പ്ലസ് ഇത് ക്യൂബാണ് കേട്ടോ, എല്ലാം ക്യൂബാണ്, ക്യൂബ് 9ab. therefore a³ പ്ലസ് b³ പ്ലസ് 3ab ഇൻറ്റു 3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിനൊന്നുകൂടി മോഡിഫൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, a³ പ്ലസ് b³ പ്ലസ് 3ab ദെൻ ബ്രാക്കറ്റ് പ്രകാരം ഇവിടെ എന്ത് പറയാം, ക്വസ്റ്റ്യനിൽ അറിയാം 3 എന്ന് പറഞ്ഞാൽ എന്താണ്, a പ്ലസ് ബി ആണ്. ഇവിടെ a പ്ലസ് ബി നമ്മൾ കൊടുക്കുകയാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, a പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 3
ക്യൂബ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 27 എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിൽ വരുന്ന 7ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. നമ്മൾ റൂള് 21 ഉപയോഗിക്കുകയാണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു എന്താണ് വരിക? 0 ആണ്. ദെൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വരും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് സി ക്യൂബ് മൈനസ് 3abc ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്തായിട്ട് മാറും? ബി പ്ലസ്. നമ്മുടെ ആവശ്യം 1 മിനിറ്റിലെങ്കിലും ഒരു പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് 7 പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.